ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നോമ്പ് 21 കുറച്ച് നേരം പ്രകൃതി ഭംഗി ആസ്വദിച്ച് വെളിയിൽ നിൽക്കാമെന്ന് കരുതിയ മഴ സമ്മതിക്കത്തില്ല. മഴക്കാറ് കണ്ട് ചാടിയോടി അകത്ത് കയറി. അപ്പം ഇന്ന് നമ്മുടെ പ്രിപ്പറേഷൻസ് കണ്ടാലോ. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് മുട്ട ബജിയും കാ ബജിയുമാണ്. അങ്ങനെ നമ്മൾ മുട്ട എടുത്ത് പുഴുങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കാ ബജിക്കും മുട്ട ബജിക്കുള്ള ബാറ്ററെല്ലാം തയ്യാറാക്കിയെടുത്തു. ഈ ബാറ്റർ തയ്യാറാക്കുന്നത് ഞാൻ കുറച്ച് വീക്കാണ്, എന്നാലും എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കായ എടുത്ത് നൈസായിട്ട് അരിഞ്ഞ് ഇതാണ്ട ബാറ്ററി നല്ല രീതിയിൽ മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാനത് പൊരിച്ചുകൊണ്ട് നിന്ന സമയത്താണത് അപ്പുറത്തെ വീട്ടിലെ കുട്ടി വന്നിട്ട് ചുമ്മാ വർത്താനം പറയുന്നത്. ഞാൻ അവളോട് 2 ഡാൻസൊക്കെ കളിക്കാൻ പറഞ്ഞപ്പം അവൾ നാടിടാ കറങ്ങി കളിക്കുന്നു. എന്നാൽ പോട്ടെ, അവളെ കറങ്ങി കളിക്കുന്ന സമയത്ത് മുട്ട ബജി തയ്യാറാക്കി എടുക്കാമെന്നും പറഞ്ഞ് ഓടി ചെന്ന് മുട്ടയെല്ലാം പുഴുങ്ങിയതിനെ 2ആയിട്ട് കീറി ബാറ്ററിലോട്ടിട്ട് തിളച്ച എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കുവാണ്. മുട്ട ബജി ഇതിനു മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ കാബജി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കാബജി വൻ ഫ്ലോപ്പായിരുന്നു ഗായ്സ്. മുട്ട ബജിയുടെ അവസ്ഥയും നിങ്ങൾ കണ്ടല്ലോ, വൻ ഫ്ലോപ്പായിരുന്നു. പക്ഷേ ഇത്തവണത്തെ കാബജി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഫ്ലോപ്പായ മുട്ട ബജീനെ എടുത്ത് നേരെ ടേബിളിലേക്ക് പോയിട്ട് കുറച്ച് ഈന്തപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ പിസ്സ കലക്കിയ വെള്ളം ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് ആപ്പിളൊക്കെ അരിഞ്ഞിട്ട് അതും തട്ടി വിട്ടു. പിന്നെ കാബജി ഉണ്ടായിരുന്നു, മുട്ട ബജി ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അപ്പോൾ അതങ്ങിരുന്ന് കഴിച്ചു. പിന്നെ ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ചുമ്മാ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമാണ്. അങ്ങനെ യാത്ര കൊണ്ടുവന്ന സമയത്ത് തേണിടാ ബൈക്കിൻ്റെ കാറ്റ് ആരാണ്ട് മനഃപൂർവ്വം അഴിച്ചു വിട്ട പോലെ കാറ്റൂരിപ്പോയി. പിന്നെ നമ്മളൊരു പഞ്ചർ കടയിൽ ചെന്ന് കാറ്റൊക്കെ അടിച്ചിട്ട് പിന്നെയും നമ്മുടെ സാഹസികമായ യാത്ര തുടർന്നു ഗൈസ്. യാത്ര തുടർന്നു. ഇന്ന് പുട്ടും കടല ഉണ്ടാക്കാമെന്ന് മനസ്സിൽ പ്ലാൻ ഇട്ടിരുന്നത് കൊണ്ട് രാവിലെ തന്നെ കടല വേണ്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച കടലയെ നന്നായിട്ട് 4-5 വെള്ളത്തിൽ കഴുകിയെടുത്തത് കുക്കറിലോട്ട് കയറ്റി. ഈ കടല വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ കൂടെ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് വെച്ചാൽ നല്ല രീതിക്ക് അഴുക്ക് പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുക്കറിനകത്ത് കടല വെച്ചു. അത് വേണ്ട വിസിലടിച്ച് വന്നു. പിന്നെ നമ്മൾ അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്ത് വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് കറി വെക്കാമെന്നായിരുന്നു. അങ്ങനെ മിക്സിയിലിട്ട് അരപ്പൊക്കെ അടിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ആ അരപ്പിനെ എടുത്ത് വേണ്ട കടല വെന്ത കൂട്ടിലോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് പുട്ടും ഉണ്ടാക്കി കടലക്കറിയുമായിട്ട് കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നേ. എനിക്ക് പുട്ടും കടലയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ കോമ്പിനേഷൻ എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഇഷ്ടമുള്ളൊരു ഫുഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണെന്ന് വേണമെങ്കിലും പറയാം. പുട്ടും കടലയെന്ന് കേൾക്കുമ്പോൾ തന്നെ അത് തിന്നാൽ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ ഗൈസ്. അമ്മ ഉണ്ടാക്കി തരുന്ന ആ പുട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുക. അങ്ങനെ ഞാൻ കുറച്ച് ഷോ ഒക്കെ കാണിച്ച് ആ പുട്ടൊക്കെ കഴിച്ചു. കുറച്ച് പിസ്ത ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു, അതിനെ എടുത്ത് കുടിച്ചു. പിന്നെ ഒരു ആപ്പിളും കഴിച്ചു. ഒരു മുട്ടായി ഉണ്ടായിരുന്നു, അതിനെയും കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി.